ശ്രീജിയുടെ ഒരു അനുസ്മരണ പരിപാടി നമ്മുടെ കോട്ടയത്ത് ആലോചിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, കെ എം ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ 75 വർഷത്തെ നൂറ്റാണ്ട് നീണ്ടുനിന്ന ജീവിതം കൊണ്ട് കേരളത്തിലെ ദളിതർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് ദൈക്ഷണികമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വം. അത് ആദരിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന ബോധ്യമാണ് ആദ്യമായിട്ട് ഈ യോഗം സംഘടിപ്പിക്കാൻ നമ്മൾ പ്രേരിപ്പിച്ച ഇതൊക്കെ. രണ്ടാമത് സംഗതി, കേരളത്തിലെ ദളിതരെ സംബന്ധിച്ചിടത്തോളം ദളിതർ വിവിധ മതങ്ങളിലും ജാതികളിലും ഗോത്രങ്ങളിലുമൊക്കെ വേർതിരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിലെ വീണ്ടും കഴിഞ്ഞ ഏറ്റവും കുറഞ്ഞ വർഷം 135 വർഷമാണ് ആയിരക്കണക്കിന് പേരാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നിരവധി പേർ പ്രവർത്തിക്കുകയും നിരവധി സംഘടനകൾ രൂപീകരിക്കുകയും അടുത്ത കാലത്ത് നിരവധി എഴുത്തുകൾ ഉണ്ടാവുകയും ചെയ്തൊരു സമുദായമാണ്. ആ സമുദായത്തിൻ്റെ ചരിത്രം നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള നേതാക്കൾ ഏറ്റവും അവസാന ഘട്ടങ്ങളിൽ തിരസ്കൃതരാകുന്ന ഒരു ദുരനുഭവം നമുക്കുണ്ട്. പിന്നീടും വർഷങ്ങൾക്ക് ശേഷം രൂപം കൊണ്ട പുതിയ തലമുറയാണ് അവരെയൊക്കെ വീണ്ടെടുത്തത്. 1941 അന്തരിച്ച മഹാത്മാ അയ്യങ്കാളിക്ക് ഇന്ന് നമുക്ക് അറിയാം, ഓഗസ്റ്റ് 28 അവിട്ടം നാളും വ്യാപകമായി കേരളത്തിൽ ആഘോഷിക്കുന്നു. 40കളിലും 50കളിലും 60കളിലൊന്നും അയ്യങ്കാളിയുടെ ജന്മദിനം കേരളത്തിലാരും ആഘോഷിച്ചിരുന്നില്ല. പിന്നീട് വന്ന തലമുറയാണ് അയ്യങ്കാളിയെ വീണ്ടെടുത്ത് ചരിത്രത്തിൽ സ്ഥാപിച്ചത്. ഇത് നമ്മളുടെ തന്നെ ദൈക്ഷണിക ജീവിതത്തിൽ, ദളിത് സമുദായത്തിലെ തന്നെ ദൈക്ഷണിക ജീവിതത്തിൻ്റെ ഒരു പരിമിതി. മഹാത്മാ അയ്യങ്കാളി ഏറ്റവും അവസാനം കാസർഗോഡ് ബാധിച്ച് കിടന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ആത്മകഥകളിൽ പുറത്തു വരും, ജീവിത കഥകളിൽ പുറത്തു വരും. പാമ്പാടി ജോൺ ജോസഫ് രാവിലെ നടക്കാൻ പോയ ആൾ മരിച്ചു കിടക്കുന്നത് മണിക്കൂറുകൾക്ക് ശേഷം കണ്ടുവന്നാണ് ഒരു ആത്മകഥയിൽ രേഖപ്പെടുത്തിയത്. ഇവരൊക്കെ ഒരു ജന്മം മുഴുവൻ ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് എന്ന കാര്യം നമ്മളാണ്. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം. ഈ സമുദായത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാരും അനാഥരാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നു. അവരെ ആദരിക്കാൻ നമ്മൾ സമുദായം, സമുദായത്തെയും സംഘടനയും നമ്മൾ ഒരുമിച്ച് കാണുക. സംഘടന സമുദായത്തെ മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ ബോധപൂർവമായി ഉണ്ടാക്കുന്ന ഒരു സംവിധാനം സമുദായ മതം. സമുദായം അതിന് വെളിയിൽ ജീവിക്കുന്ന വളരെ വലിയൊരു ജനക്കൂട്ടമാണ്. അപ്പോൾ അവരെ ആ സമുദായം സലീംകുമാറിനോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന ബോധ്യമാണ് ഇത്തരം യോഗം വിളിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ഘടകം. ആദരണീയനായ സ്പീക്കർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ ഞാൻ നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞാണ് തുടങ്ങിയത്. ഈ സമ്മേളനത്തിൽ മാത്രം പറഞ്ഞു തീർക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളാണ് ശരി, എൻ്റെ മുന്നിൽ മുട്ടുകുത്തു എന്ന് ആരും പറയേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നമ്മൾ എത്രമേൽ ശരിയാണെന്ന് വാശി പിടിച്ചാലും അതൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു ശരി തെറ്റി.
ഇവിടെ സെലിംജി പറഞ്ഞതിൻ്റെ ശരിതെറ്റുകൾ ആലോചിക്കാനല്ല നമ്മൾ യോഗ വിളിച്ചത്, മറിച്ച് അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിക്കുവാനും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ ഒന്ന് സ്മരിക്കുവാനും മാത്രമാണ് ഈ യോഗം നമ്മൾ. 1930-കളിൽ ഈ വീര സവർക്കർ എന്ന് പറയുന്ന ആൾ ഇന്ത്യയിൽ ആരുമായിരുന്നു. ഇന്ത്യക്കാർക്ക് ഒരു ബഹുമാനം ഉണ്ടായിരുന്ന ആളാണ് വീര സവർക്കർ. പക്ഷേ ഒരു 90 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യ കൊണ്ടാടുന്ന നേതാവ് ആരാന്ന് ചോദിച്ചാൽ വീര സവർക്കർ. ഇതെവിടുന്ന ഉണ്ടായിരുന്നു? വീര സവർക്കർ എങ്ങനെയാണ് ഇപ്പൊ ഇന്ത്യയിൽ വലിയ ഒരാളായി? അദ്ദേഹം സ്വന്തം ആത്മകഥ എഴുതി കള്ളപ്പേർ പ്രസിദ്ധീകരിച്ച ആളാണെന്ന് വീര സവർക്കർ. അയാളാണ് ഇപ്പൊ നമുക്ക് വലിയ ഏക്കം. ഡോക്ടർ BR അംബേദ്കർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം സീരിയസ് ആയി പോലും ദേശീയ പ്രസ്ഥാനത്തിന് ആൾക്കാർ കണ്ടിരുന്നില്ല. എന്തൊക്കെയോ പറയുന്നു കോട്ടെ എന്ന നിലക്ക് മാത്രം അവഗണിച്ചിരുന്നതാണ്. ഇന്ത്യ വലിയൊരു പ്രതിസന്ധിയിൽ വീണപ്പോൾ ഡോക്ടർ BR അംബേദ്കറിലേക്കാണ് ഇന്ത്യ നോക്കിയത്, ഗാന്ധിയിലേക്ക് പോലുമല്ല, നെഹ്റുവിലേക്ക് പോലും. എന്തുകൊണ്ടായിരിക്കാം? ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോൾ അങ്ങനെ വായിച്ചു കൊടുക്കണം ഒരു കാര്യം, ഒരു കഥയുമുള്ള കാര്യം. കാലമാണ് ഇതൊക്കെ തെളിയിക്കാൻ. മനുഷ്യൻ അവന്റെ ജീവിതം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ആദരിക്കേണ്ടത്. അത് കാലത്തെ ജീവിക്കുമോ നൂറ്റാണ്ടുകൾ നിലനിൽക്കുമോ ഇതൊന്നും ആ പ്രവൃത്തി ചെയ്യുന്ന ആളെ ബാധിക്കുന്ന കാര്യമാണ്. ആ നിലക്ക് ആണ് നമ്മൾ കാര്യങ്ങളെ സമീപിക്കേണ്ടത് എന്ന ഒരു വിനയാണ് പൂർവമായ അഭ്യർത്ഥന എനിക്ക്. 1871 ഗോരക്ഷണി സഭ എന്നുള്ള സഭയുടെ പശുക്കളെ സംരക്ഷിക്കും. അതേ പതിറ്റാണ്ടിൽ തന്നെയാണ് സത്യശോധക് സമാജ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അത് ജ്യോതിറാവ് ഫൂലെ ഉണ്ടാക്കിയത്. അദ്ദേഹം മനുഷ്യവംശത്തെ നീതിപൂർവം പുനഃസംഘടിപ്പിക്കാനാണ് സത്യശോധക് സമിതി ഉണ്ടാക്കിയത്. അതിനെ പിരിച്ചുവിടുകയും ഗോരക്ഷണി സഭയ്ക്ക് ജീവിതം കൊടുക്കുകയും ഇന്ത്യയിലാണ് ജീവിതം നടത്തുന്നത്. ഞാൻ അതുകൊണ്ടുകൂടിയാണ് പറഞ്ഞത്. നമ്മൾ ഇതിൻ്റെ എല്ലാം നടത്തിക്കുകയായിരുന്നു. ഇതിൻ്റെ എല്ലാം ആത്യന്തിക സത്യങ്ങളാണ് നമുക്ക് വിചാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മറിച്ച് നമ്മൾ കാര്യങ്ങളോട് ആദരവുള്ളവരായിരിക്കുക, ബഹുമാനമുള്ളവരായിരിക്കുക, സ്നേഹമുള്ളവരായിരിക്കുക എന്ന് വളർത്തുന്നത് ശ്രീകുമാർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. മനുഷ്യർ തമ്മിൽ സ്നേഹവും ബഹുമാനവും വേണമെന്നത്. എനിക്ക് 80കളുടെ അവസാനം മുതൽ സെലിംജിയായിട്ട് പരിചയമുണ്ട്. 90കളുടെ തുടക്കത്തിൽ തന്നെ ഞാൻ കുടുംബസമേതം പെരുപ്പിലങ്ങാടി പോയി താമസിച്ചു. സെലിംജി എൻ്റെ വീട്ടിൽ താമസിക്കുകയും ഭഗത്ത് എൻ്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നത് വളരെ എളുപ്പമുണ്ടായിരുന്നു. വളരെ ചെറിയൊരു കാലയളവിൽ മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളൂ. ഒരിക്കൽ പോലും ഒരു സംഘടന ആൾക്കാരായിരുന്നില്ല. എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒരു ജ്യേഷ്ഠ സഹോദരൻ പെരുമാറുന്നത് പോലെ തന്നെ തുല്യമായി എന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്ത ഒരാളാണ് സലിംകുമാർ എന്ന ബോധ്യം എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോഴോ ഒക്കെ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? എന്നോട് കടുത്ത വിമർശനം ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് സലിംകുമാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം പറയുമ്പോഴും അത് വ്യക്തിപരമായ ഒരാക്ഷേപമല്ലാതായിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. അത് വളർച്ചയെത്തിയ പക്വതയായൊരു മനുഷ്യൻ്റെ ലക്ഷണം. മനുഷ്യന് കഴിയുന്നത് അതൊക്കെയാണല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെ 2 മണിക്കൂർ പ്രസംഗിക്കുന്നതും ഒക്കെ അവൻ്റെ അങ്ങനൊന്നുമില്ല. മനുഷ്യന് കഴിയുന്നത് പക്വതയായിരിക്കുക, വളർച്ചയെത്തിയവരെ പോലെ പെരുമാറുക, അതൊക്കെയാണ് മനുഷ്യൻ്റെ ഗുണം. നമുക്കതൊക്കെ പറ്റുള്ളൂ. നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ. അത് അങ്ങനെ വ്യക്തിപരമായി കാര്യങ്ങളെ എടുക്കാതെ സാമൂഹികമായി തന്നെ കാര്യങ്ങളെ എടുത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുക ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്.
അദ്ദേഹം എഴുതിയ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് എനിക്ക് അഭിപ്രായമുണ്ട്. അതെല്ലാം വിശദീകരിക്കേണ്ട ഒരു സന്ദർഭമാണിതെന്ന് ഞാൻ വിചാരിക്കുന്നെങ്കിലും രണ്ട് കാര്യങ്ങൾ ഈ സമയത്ത് പറയേണ്ടതുണ്ട് എന്നെനിക്ക്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക ജീവിതത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഒരു പാഠപുസ്തകമായി മനസ്സിലാക്കപ്പെടേണ്ട ഒന്നാണെന്ന് വിചാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ തുടക്കം മുതലുള്ള അദ്ദേഹത്തിൻ്റെ പരിണാമ ചരിത്രം, അങ്ങനെ തന്നെയാണ് അതിനെ വിളിക്കേണ്ടത്. ധാരണകളിൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങളിലൂടെ ഉണ്ടായ ഒരു പരിണാമം ഒരു പാഠപുസ്തകത്തിൽ എന്ന പോലെ നമുക്ക് സൂക്ഷ്മ രൂപത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു ടെക്സ്റ്റാണ്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒന്ന്, അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കെ വിദ്യാഭ്യാസം തന്നെ വേണ്ടെന്ന് വെച്ച് അന്നത്തെ തീവ്രവാദ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരാളാണ്. അത് അദ്ദേഹം മാത്രമല്ല, അന്ന് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന അത്യാവശ്യം വിലക്ക് താഴ്താമസമുള്ള ഒത്തിരി പേര് ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അങ്ങനെ അത് നിഷേധിക്കാൻ കഴിയാത്ത ഇതൊരു വലിയൊരു ആസ്പിരേഷനായി സലിംജിയെ പോലൊരാളിൻ്റെ ഉള്ളിൽ പ്രേരണ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അത്രമേൽ സമൂഹത്തോട് പരിഗണന ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു 10 വർഷം 12 വർഷം അതിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ഏതാണ്ട് 2 വർഷത്തോളം ജയിലിൽ കിടന്ന ആളാണ്. കരിപ്പിലങ്ങാട് പോലെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് വന്നിട്ടാണ് ഈ 12 വർഷം പ്രവർത്തിക്ക് നടക്കുന്നു. അതിൻ്റെ ഭാഗമായി ജയിലിൽ പോകുന്നു, മുഴുസമയ പ്രവർത്തനമാകുന്നു, സർക്കാർ ജോലി തന്നെ വേണ്ടെന്ന് വെക്കുന്നു. ഇത്തരം തീരുമാനങ്ങളൊക്കെ ശരിയായോ എന്ന് ചോദിക്കുന്നതിനകത്ത് കഥയില്ലെന്നാണ് ഞാൻ ഈ പറയുന്നത്. അത് അന്നത്തെ തീരുമാനം, അത് നടപ്പിലാക്കുമായിരുന്നു. അതിൽ മനുഷ്യൻ കാണിക്കുന്ന ഒരു അന്തസ്സും അതിൻ്റെ ഒരു ആത്മാർത്ഥതയുണ്ട്. അത് നമ്മൾ ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല. കാസ്റ്റ് ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നു, ജാതി പ്രശ്നം ഉയർന്നു വരികയാണ്. ഇതിനകത്ത് ജാതി പ്രശ്നം ഉയർന്നത് ദളിതർക്ക് ഒരു പ്രത്യേക സംഘടന ഉണ്ടാക്കാൻ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നതാണ്. ആ ചുമതലയാണ് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം ആ ചുമതലയേറ്റ് കുറച്ചുനാൾ പ്രവർത്തിച്ച പുള്ളിക്ക് മനസ്സിലായി ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഈ പരിപാടി മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. അത് സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ദളിതർക്കൊരു സമുദായം എന്ന നിലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധ്യതയില്ലെന്ന് 3-4 വർഷത്തെ സംവാദങ്ങളിലൂടെയും എഴുത്തിലൂടെയും ബോധ്യപ്പെട്ട ഒരാളാണ്. അങ്ങനെയാണ് നക്സലൈറ്റുകളായവർ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോവുകയും അധസ്ഥിത നവോത്ഥാന മുന്നണി അതിൻ്റെ ആദ്യഘട്ടത്തിൽ നിന്നൊരു ചെറു സംഘമായി മാറുന്നത്. ഇതൊരു സംഘാടക പ്രശ്നമേ ആയിരുന്നില്ല. അവിടെ നിന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക ജീവിതം മുന്നോട്ട് പോകുന്നതിലൂടെയാണ് ദളിത് ഐക്യസമിതി രൂപം കൊള്ളുന്നത്. ദളിത് ഐക്യസമിതി രൂപം കൊള്ളുമ്പോൾ മാർക്സിസം അല്ല, ദളിതർക്ക് മുന്നോട്ട് പോകാനുള്ള സൈദ്ധാന്തിക ലോകം ഡോക്ടർ അംബേദ്കറുടേതാണെന്ന് അദ്ദേഹം കണ്ടെത്തുന്നുള്ളതാണ്. ഇത് വെറുതെ ഒരാൾ ഞാൻ ജനിച്ചപ്പോൾ പോലെ അംബേദ്കറൈറ്റ് ആണെന്ന് പറയുന്ന ഒരു സംഗതി അല്ലത്. ഇത് വലിയ ദൈക്ഷണികമായ ഒരു യുദ്ധവും ദൈക്ഷണികമായ ഒരു അന്വേഷണമൊക്കെ കൂടിക്കലർന്ന വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ജീവിതമാണത്. അതിൽ നിന്നും അദ്ദേഹം അംബേദ്കറിലേക്കും അതോടൊപ്പം തന്നെ ദളിതർ ഒരു സ്വതന്ത്ര സമുദായമാണെന്നുള്ള സങ്കല്പത്തിലേക്ക്, ഈ സ്വതന്ത്ര സമുദായ സങ്കല്പമാണ് ഈ പാർട്ടി പോലുള്ള സംവിധാനത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നത്. ഫ്രാക്ഷൻ വെച്ച് ഭരിക്കുക എന്നുള്ളതാണ് എൻ്റെ രീതി. സ്വതന്ത്ര സമുദായമാണ് ദളിതർ, ഒരു സമുദായമാണ്, അത് സ്വതന്ത്ര സമുദായമാണ്. ദളിതരുടെ വിശാലമായ ഐക്യം രൂപം കൊള്ളുന്നത് ഒരു സാമുദായിക രാഷ്ട്രീയ ഘടകമായി ദളിതർ മാറേണ്ടതുണ്ടെന്നുള്ളൊരു പുതിയ സങ്കല്പത്തിലേക്ക് ദളിതൈക്യ സമിതി എന്ന ഫോറത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വരികയും, ഇത് സലിംജിയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, അത് കേരളത്തിലെ ദളിതന്വേഷണങ്ങൾ പല രൂപത്തിൽ ഈ ദിശയിൽ സഞ്ചരിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. സലിംകുമാർ അതിലെ പ്രധാനപ്പെട്ട ഒരു അന്വേഷകനായി. ഒരു ഘട്ടം കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന കാര്യം, ദളിതൈക്യ സമിതി പോലുള്ള ഒരു ചെറിയ സംഘത്തിന് ഈ ദൗത്യം നിറവേറ്റാൻ കഴിയില്ല.
അങ്ങനെയാണ് അദ്ദേഹം നിർണ്ണയിക്ക സമിതിയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നത്. നമ്മളൊന്ന് ഓർക്കണം, അതൊരു ദൈക്ഷണികമായ ധീരതയാണ്. അത് നമ്മൾ വില കുറച്ച് കാണരുത്. ദൈക്ഷണികമായൊരു ധീരതയാണ്. ഞങ്ങൾ അവിടെ വലിയ സമ്മേളനം നടത്തി, ഇവിടെ അത് നടത്തി, ഇത് നടത്തി എന്നൊക്കെ വാചയടിക്കുന്നവരുടെ മുന്നിലാണ് ഈ സംഘത്തെ കൊണ്ട് ഈ ചരിത്ര ദൗത്യം നിറവേറ്റാൻ കഴിയുമോ എന്ന് സ്വയം സംശയിക്കുന്നു. വിശാലമായൊരു ഐക്യം കെട്ടിപ്പടുക്കലാണ് നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരാൾ വ്യത്യസ്തനാണ്. അദ്ദേഹമാണ് ആദരിക്കപ്പെടേണ്ടത്. മൂന്നാമത്, ഏറ്റവും അവസാനത്തതും മൂന്നാമത്തതുമായ കാര്യം, ഈ മാർക്സിസവുമായി ബന്ധപ്പെട്ട് സലിഞ്ചി മാർക്സിസത്തിന്റെ പ്രയോഗരൂപങ്ങളെ കർശനമായി വിമർശിച്ചിരുന്നു. ആദ്യഘട്ടം പ്രയോഗരൂപങ്ങളെ, അവർക്ക് ജാതി പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന്. ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ മാർക്സിസത്തിൽ തന്നെ അദ്ദേഹത്തിന് സംശയം ആദ്യഘട്ടത്തിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ഇത് സലിഞ്ചിയുടെ മാത്രമൊരു പ്രശ്നമല്ല, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ മാർക്സിസത്തിന്റെ ജനപ്രിയ ഭാഷ്യങ്ങൾ തിങ്ങി നിറഞ്ഞൊരു സ്ഥലമാണ് കേരളം. കേരളത്തിലെ BJPക്കാർ പോലും മാർക്സിസ്റ്റുകാർ വർത്തമാനം പറയുന്നത് സോഷ്യലിസ്റ്റ് അവരും പറയണം, BJPക്കാർ പോലും. അങ്ങനെ കേരളത്തിൻ്റെ മനസ്സങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും കേൾക്കുന്ന, ഞാൻ പാർട്ടിക്കാരനൊന്നുമല്ല, പക്ഷെ ഞാൻ ഇടതുപക്ഷക്കാരനാണ്. അതെന്ത് വിചിത്ര ജീവിയാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഒരു പാർട്ടിയിലില്ല, പക്ഷെ ഞാൻ ഇടതുപക്ഷമാണ്. അങ്ങനെ ഒരു ഐഡിയൽ മാർക്സിസം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു സങ്കല്പം കേരളത്തിൽ ശക്തമാണ്. അതുകൊണ്ട് ആരും മാർക്സിസത്തെ ദൈക്ഷണികമായി അഭിസംബോധന ചെയ്ത ചരിത്രം കേരളത്തിൽ വളരെ അത്യപൂർവമാണ്. ഞാൻ ശ്രമിച്ച ഒരാൾ K. വേണുമാധവൻ, ദൈക്ഷണികമായതിനൊന്ന് മുട്ടിയേക്കാമെന്ന് വിചാരിച്ച ഒരാൾ. ബാക്കി ആരും അങ്ങനെ ശ്രമിച്ചതായിട്ട് ഈ അടുത്ത ആധുനിക കാലഘട്ടത്തിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ദളിതർക്കിടയിൽ നിന്നും ഈ മാർക്സിസത്തോടുള്ള ഒരു വിമർശനധാര വളരെ ശക്തമായി. അതിൻ്റെ പ്രയോഗരൂപത്തോടാകാം, അതിൻ്റെ സൈദ്ധാന്തിക രൂപത്തോടാവാം, അതിൻ്റെ സാമൂഹിക ദർശനത്തോടാവാം ഒക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഉന്നയിച്ച ഒരാളാണ് സലിംകുമാർ എന്നത് വളരെ പ്രധാനമായി നാം എടുക്കേണ്ടത്. ഈ അംബേദ്കറിലേക്ക് മാറുമ്പോൾ ഒരു പ്രശ്നം, ബേസിക്കായ ഒരു കാര്യം, ഈ മാർക്സിസത്തിലെ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്, മാർക്സിസം മുന്നോട്ട് വെക്കുന്ന സാമൂഹിക മാറ്റം ഒരു വ്യവസ്ഥയുടെ സമ്പൂർണമായ തകർച്ചയും അതിൽ നിന്നും പുതിയൊരു വ്യവസ്ഥ രൂപം കൊള്ളുന്നത്. അതുകൊണ്ടാണ് സാമൂഹിക പരിഷ്കരണം പിന്തിരിപ്പനാണെന്നുള്ളൊരു അഭിപ്രായം മാർക്സിസ്റ്റുകൾക്കിടയിലുള്ളത്. സമൂഹം ടോട്ടലി ബ്രേക്ക് ചെയ്യുകയും പുതിയത് ഉണ്ടായി വരികയും ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നതാണ് പരിഷ്കരണം എന്നുള്ളതാണ് ആ വാദം. പക്ഷെ അംബേദ്കർ അടിയുറച്ച് വിശ്വസിക്കുന്നത് സാമൂഹിക പരിഷ്കരണത്തിലാണ്, രാഷ്ട്രീയ പരിഷ്കരണത്തിലാണ്. ജനാധിപത്യം പരിഷ്കരിക്കപ്പെടുമെന്നാണ് അംബേദ്കർ വിചാരിക്കുന്നത്. സമൂഹം പരിഷ്കരിക്കപ്പെടുമെന്നാണ്, സമൂഹത്തെ പൂർണ്ണമായും തകർത്ത് മറ്റൊരു സമൂഹം ഉണ്ടാക്കണമെന്നല്ല അംബേദ്കർ പറയുന്നത്. ഈ ഒരു വൈരുദ്ധ്യം വളരെ പ്രധാനമാണ്. അപ്പോൾ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഭാഷയിലേക്കും ടെർമിനോളജിയിലേക്കും ദർശനത്തിലേക്കും വഴിമാറുന്നതിലൂടെ സ്വാഭാവികമായും മാർക്സിസവുമായി വളരെ വലിയ അന്തരമുണ്ടാവുകയും അംബേദ്കറിസമാണ് ശരിയെന്ന ഒരു ബോധ്യത്തിലേക്ക് സലിഞ്ചി എത്തുന്നത് സൈദ്ധാന്തികമായി തന്നെ പരിശോധിക്കപ്പെടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ദൈക്ഷണിക ജീവിതത്തിൽ ഇടപെട്ട ഒരാളാണ് സലിംകുമാർ എന്നത് വളരെ വ്യക്തമാണ്. അത് തീർച്ചയായും അത് പഠിക്കപ്പെടേണ്ടതാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ശരിതെറ്റുകളിലേക്കല്ല ഞാൻ വരുന്നത്, പക്ഷെ അത് വളരെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയുള്ള പരിശോധിച്ച് നോക്കിക്കോ. ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ ലൊക്കേഷൻ, അതായത് ഇദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലം, ജനിച്ചു വളർന്ന ഇടം, ആ പ്രദേശം, ആ പ്രദേശത്തെ മനുഷ്യർ, അതിൻ്റെ സാമുദായികമായ ജീവിതസ്ഥിതി, ഇത്തരം കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ എഴുത്തിലേക്ക് എന്നു മുതലാണ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്.
നിശ്ചലമായിട്ട് ആയിരിക്കും ഒരിക്കൽ പോലും ഇത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മറിച്ച് അധസ്ഥിത ബോധന മുന്നോട്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഒരാദിവാസി, ഒരു ദളിതൻ, ഒരു കാടിൻ്റെ ഭാഗമായി ജീവിച്ചവൻ, തൊടുപുഴയിൽ നിന്ന് കിലോമീറ്ററുകൾ കടന്നു ചെല്ലേണ്ട ഒരു സ്ഥലത്ത് ജീവിച്ചവൻ, കിലോമീറ്ററുകൾ നടന്ന് പഠിക്കാൻ പോകേണ്ട സോഷ്യൽ ലൊക്കേഷൻ ഉള്ളവൻ, സാമൂഹികമായി അന്തസ്സ് നിഷേധിക്കപ്പെട്ടവൻ എന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നത് ദളിതനാണെന്ന് തിരിച്ചറിയുന്നതാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ മാർക്സിസ്റ്റ്, ശുദ്ധ മാർക്സിസ്റ്റ് ആയിരുന്ന് ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ വേണ്ടി പ്രവർത്തിച്ച് നടന്ന ഘട്ടത്തിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നില്ല, പ്രത്യക്ഷപ്പെടാൻ പറ്റില്ല. അതായത് കാര്യം അത് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സലിഞ്ചിയുടെ രാസപരിണാമങ്ങൾ സൂക്ഷ്മമായ പഠനത്തിന് വിധേയമാക്കപ്പെടേണ്ട ഒരു പാഠപുസ്തകമാണെന്ന് പറയുന്നത് വളരെ ആലോചിച്ചും അദ്ദേഹം എഴുതിയ പല സംഗതികളെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ച് തന്നെ പറയുന്നൊരു കാര്യം. സാധാരണ ഈ സമുദായവാദികൾക്കൊരു പ്രശ്നം, സമുദായത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നമെന്ന് പറയാൻ സമുദായവാദികൾ സമ്മതിക്കില്ല. സമുദായത്തിനകത്ത് പ്രശ്നമെന്ന് പറയാൻ സമുദായം ദുർബലപ്പെടുന്ന സമുദായവാദികളുടെ ഒരു അന്ധവിശ്വാസം. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഉണ്ടായ ഒറ്റ സമുദായ സംഘടനയ്ക്കകത്ത്, അത് സവർണ സംഘമാകട്ടെ, അവർണ സംഘമാകട്ടെ, ദളിത് സംഘമാകട്ടെ, നമ്പൂതിരി സംഘമാകട്ടെ, ഒരു സ്ത്രീ നേതാവിനെ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞങ്ങൾ കണ്ടുപിടിച്ചു. NSS, ബ്രാഹ്മണ സഭയിൽ, സാധുജന പരിപാലന സംഘത്തിൽ. അതിനൊരു അപവാദം BRDS മാത്രമാണ്. അമ്മച്ചി കുറെ കാലം അതിൻ്റെ അധ്യക്ഷയായി. ഒരൊറ്റ സംഘടന, അങ്ങനെ ഒരു ഡയലോഗില്ല. സ്ത്രീയും പുരുഷനും എന്ന സമുദായത്തിനകത്തെ പ്രധാനപ്പെട്ട ഒരു വിഭജനത്തെ സംബന്ധിച്ച് സംഭാഷണം. ആ സംഭാഷണം ചെയ്താൽ നമ്മൾ ദുർബലമാവും, ശത്രു ആക്രമിക്കുന്ന പറഞ്ഞ് സ്ത്രീകളെ പീഡിപ്പിക്കുന്നു. അതിനെ അടിസ്ഥാനപരമായി നിഷേധിക്കുന്ന ഒരു യുക്തി സരികുമാർ മുന്നോട്ട് വെച്ചു. സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് വെറുതെ പറയുകയല്ല ചെയ്യുന്നത്. സമുദായത്തിൻ്റെ യുക്തിയെ അത് ഡീകൺസ്ട്രക്ട് ചെയ്യുകയായിരുന്നു. സമുദായം എന്നത് ഈ വ്യത്യസ്തതകൾ കൂടി ഉള്ളതാണ് എന്നുകൂടി അത് പറയുന്നു. അതാണ് സ്ത്രീകളുടെ അവകാശത്തെ പ്രധാനമായിട്ട് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. മറ്റ് സമുദായ നേതാക്കൾക്ക് കഴിയാതെ പോകുന്നു. കേരളത്തിൽ നടന്ന വളരെ 10-50 സംഘടനകൾ പങ്കെടുത്ത വലിയൊരു യോഗത്തിൽ ഒരു സംഘടനയെ പ്രതിനിധീകരിച്ച് സ്ത്രീകളില്ലെന്ന് ഓർക്കണം. അതെന്ത് സ്ത്രീകളില്ലാത്തത്? അതിനകത്ത് ആ കൂടി അപവാദം എന്ന് പറയാനായിട്ട് ദളിത് സമുദായം വേണ്ടി മാത്രമല്ല, സ്ത്രീകളില്ല. അങ്ങനെ സ്ത്രീകളുടെ ഒരു മുൻകൈ സമുദായം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിന് പദ്ധതികൾ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ പദ്ധതികളില്ല, അതിനുള്ള അവസരങ്ങളുമില്ല, അത് തുറന്നു കൊടുക്കുന്നില്ല. അതിനെ നിഷേധിക്കുന്ന ഒരു യുക്തി ഒന്ന്. രണ്ടാമതൊരു കാര്യം, പ്രകൃതിയോട് പുലർത്തേണ്ട ഒരു മനോഭാവത്തെ സംബന്ധിച്ച് ഇതൊക്കെ ഈ കേവലമായ സമുദായവാദികൾക്ക് മനസ്സിലാകുന്ന കാര്യമല്ല. നമ്മൾ ഈ പ്രകൃതിയുടെ ഭാഗമാണെന്നും പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനം വളരെ പ്രധാനമാണെന്നും സ്ത്രീ പുരുഷ തുല്യത പ്രധാനമാണെന്നും നമ്മുടെ ജാതി മത ഗോത്ര വിഭജനങ്ങൾക്ക് അതീതമായി നമ്മൾ ഒരു സമുദായമായി ഏകീകരിക്കപ്പെടേണ്ടതുണ്ടെന്നും പറയുന്ന വിധം അതിനെ സംബന്ധിച്ചൊരു സങ്കല്പം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് പല രൂപത്തിൽ പല ആരായി പല സംഘടനകളായി ഇത് മുന്നോട്ട് വെച്ചതുമാണ്. സലിംകുമാർ മാത്രം ഇത് മുന്നോട്ട് വെച്ചെന്നുള്ള അഭിപ്രായമല്ല. പക്ഷെ അതിൽ വ്യത്യസ്തതകളേറെ നിറഞ്ഞ ഒരു അഭിപ്രായം അദ്ദേഹത്തിന് രേഖപ്പെടുത്താൻ കഴിയും. ഇപ്പൊ കേരളത്തിലെ ദൈക്ഷണിക ജീവിതത്തിൽ, ചിന്താചരിത്രത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. മലയാളിയുടെ ചിന്താചരിത്രത്തിൽ ഒരു സ്ഥാനമുള്ള ഒരാളാണ്. മലയാളിക്കൊരു പ്രശ്നമുണ്ട്. ഈ ചിന്ത എന്നത് എന്താണെന്ന് തന്നെ നമുക്കൊരു സംശയം ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഓർമ്മശക്തിയാ ചിന്തയെന്ന്. ഓർമ്മശക്തിക്ക് ചിന്തയായിട്ടൊരു ബന്ധമില്ല, ഓർമ്മശക്തി മാത്രം മതി. പാണ്ഡിത്യമാണ് ചിന്ത എന്നാണ് പിന്നെ രണ്ടാമത് നമ്മൾ കരുതുന്നത്.
പണ്ഡിതന്ന് കുറേ പുസ്തകം വായിച്ച് അറിവുണ്ടെങ്കിൽ നമ്മൾ ആ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അങ്ങ് പ്രസംഗിച്ചാൽ പുള്ളി ഭയങ്കര ചിന്തകനാണ് നമുക്ക് തോന്നുന്നത്. അതിന് ചിന്തിക്കേണ്ട കാര്യമില്ല. അവർ പറഞ്ഞ് ചിന്തിച്ചിട്ടുള്ളവർ എഴുതി വെച്ചതാണല്ലോ ഈ പറയുന്നത്. പക്ഷേ ഈ ഈ ഈ കേരളത്തിലെ ദളിതർക്കിടയിൽ നിന്നുമുള്ള എഴുത്തുകാരെ നമ്മൾ പരിശോധിച്ചാൽ അവർ പലരും ഒറിജിനൽ തിങ്കേഴ്സാണ്. ഒരു വളരെ വലിയ തത്വചിന്താ രൂപത്തിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവരൊക്കെ ഒറിജിനൽ തിങ്കേഴ്സ്. ഈ ചിന്തിക്കുക എന്ന് പറഞ്ഞ പ്രക്രിയയിലൂടെ ചില കണ്ടെത്തലുകൾ നടത്തുന്നവരാണ്. അത് വളരെ പ്രധാനമാണ്. അതല്ലാതെ വെറും പണ്ഡിതരല്ല ഇവരാരും. മറിച്ച് സമൂഹത്തെ അടുത്ത് നിന്ന് പരിശോധിക്കുകയും സമൂഹത്തെ മാറ്റി തീർക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയും ചെയ്തിട്ട് ഒരു സമ്പൂർണമായൊരു പദ്ധതി ഒന്നും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും അവരുടെ റോള് ഭാവിയിലുള്ള നമ്മുടെ മുന്നേറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈടുവയ്പായി നമ്മൾ കാണേണ്ടതുണ്ട്. അതിനോട് നമ്മൾ അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്ന അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വമാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. ഈ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരും അഭിവാദ്യം ചെയ്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ധീരമായ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവ് അർപ്പിച്ചുകൊണ്ടും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു.